ഹായ്, മാത്സും സയൻസും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് നമ്മളെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ കറൻ്റ്ലി ടെക്നോളജി ഒരു ബൂമിംഗ് ആയിട്ടുള്ള ഒരു സമയത്ത് കൂടെ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ചുറ്റും നോക്കിയാൽ AI, അതുപോലെ റിന്യൂവബിൾ എനർജി, അതുപോലെ ഓട്ടോണമസ് വെഹിക്കിൾസ്, അങ്ങനെ ഒരുപാട് അഡ്വാൻസ്മെൻറ്റുകൾ നമ്മുടെ ചുറ്റും നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ കണക്കുകൾ സൂചിപ്പിക്കുന്ന പ്രകാരം ഈ ടെക്നോളജി അല്ലെങ്കിൽ STEM മേഖലയിൽ ഒരുപാട് ജോലി സാധ്യതകൾ ഇനിയുള്ള വർഷങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പഴയ ജോബുകൾ പോകുകയും പുതിയ ജോബുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സയൻസും മാത്സൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ നമ്മളെ സംബന്ധിച്ച് ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് STEMമിൽ, പ്രത്യേകിച്ച് ടെക്നോളജിയിലും എഞ്ചിനീയറിംഗിലൊക്കെ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. അതിനനുസരിച്ച് തന്നെ നമ്മൾ ഇന്ത്യയുടെ ഒരു അക്കാഡമിക് ലാൻഡ്സ്കേപ്പ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് ജെയിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ബൂം ഉണ്ടായിട്ടുണ്ട്. ജെയിലെ നമ്പർ ഓഫ് ആസ്പിറൻസ് കൂടുന്നുണ്ട്. അതായത് കൂടുതൽ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, എഞ്ചിനീയറിംഗ് പഠിച്ച് അല്ലെങ്കിൽ ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എഞ്ചിനീയറിംഗ് പഠിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. കേരളത്തിലും അതെന്താണ് പ്രകടമാണ്. അപ്പോൾ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കൂടുതൽ കുട്ടികൾ ജയിലിലേക്ക് വരുന്നുണ്ട്, കൂടുതൽ ഗേൾസ് ജയിലിലേക്ക് വരുന്നുണ്ട്. 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് കുറേ കൂടുതൽ കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ടെക്നോളജി എന്ന് പറഞ്ഞ രീതിയിലേക്ക് മൈൻഡ് മേക്കപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന വേറൊരു കാര്യമാണ് റിപ്പീറ്റിംഗ് ട്രെൻഡ്. അപ്പോൾ നമുക്കറിയാം, ജെയിനെ സംബന്ധിച്ചിടത്തോളം +2 എഴുതുന്ന വർഷവും പിന്നത്തെ വർഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അഡ്വാൻസ് എഴുതാൻ പറ്റുള്ളൂ. എന്നാൽ JEE മെയിൻ എന്ന് പറഞ്ഞാൽ +2 എഴുതുന്ന വർഷവും പിന്നത്തെ 2 വർഷവും അഡ്വാൻസ് എഴുതാൻ പറ്റും. അങ്ങനെ മൊത്തം 3 കോൺസിക്യൂട്ടീവ് ഇയേഴ്സിൽ നമുക്ക് JEE മെയിൻ എഴുതാൻ പറ്റും. അപ്പം മൂന്നാമതൊരു ചാൻസും കൂടി അത് നമ്മൾക്ക് ബാക്കിയുണ്ടെങ്കിൽ അത് ഉപയോഗപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് കൂടിയാണ് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ റീസെൻ്റ്ലി റിപ്പീറ്റിംഗ് എന്ന് പറയുന്നത് JEEയിലൊരു ട്രെൻഡായിട്ട് വരുന്നൊരു സമയമാണ്. അപ്പോൾ പല ആളുകളും റിപ്പീറ്റ് ചെയ്യുന്ന സമയത്തായിരിക്കും ഇത് JEEൻ്റെ ഒരു മാഗ്നിറ്റ്യൂഡൊക്കെ മനസ്സിലായിട്ടുണ്ടാവുക. അപ്പോൾ ഇപ്പോഴാണ് അവർക്ക് ഇത്രയും കൂടി ഒരു ടൈം മാനേജ്മെൻറ്റും അല്ലെങ്കിൽ ഇതെന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു മെച്യൂരിറ്റി എത്തിയിട്ടുണ്ടാവുക. അങ്ങനെ ഒരു റിയലൈസേഷൻ എത്തിയ ആളുകളുണ്ടെങ്കിൽ, റിപ്പീറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, JEE മെയിൻ 2026 വേണ്ടിയിട്ടുള്ള ഒരു റിപ്പീറ്റഡ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഈ ബാച്ചിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇപ്രാവശ്യം JEE മെയിനൊക്കെ എഴുതി ഓക്കെ, പക്ഷെ ജസ്റ്റ് ചെറിയൊരു മാർക്കുകൾക്കാണ്, നമുക്കറിയാം ഇത് ലോ സ്കോറിംഗ് പരീക്ഷയാണ്, വളരെ ചെറിയ മാർക്കിനായിരിക്കും ചിലപ്പോൾ നമുക്ക് എന്താണ് അഡ്മിഷൻ മിസ്സായി പോയിട്ടുണ്ടാവാം. അപ്പോൾ ഒരു തവണയും കൂടെ ഒക്കെ എന്ത് ചെയ്യണം, ഒന്ന് സിൻസിയറായിട്ട് അതേപോലെ മുൻ വർഷത്തെ മിസ്റ്റേക്കുകളൊക്കെ റെക്ടിഫൈ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം, പ്രിപ്പയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവും. അവർക്ക് വേണ്ടിയുള്ള ഒരു ബാച്ചാണ്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഹൈ പെർസെൻറ്റേജിലൊക്കെ ഉണ്ട്, ജസ്റ്റ് കുറച്ച് ചെറിയ മാർക്കിനായിരിക്കും വ്യത്യാസം വന്നിട്ടുണ്ടാവുക. അങ്ങനെയുള്ള ആളുകളെയാണ് നമ്മളതിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ റിപ്പീറ്റ് ചെയ്യുന്ന ആളുകൾക്കായിട്ട് നമ്മളൊരു എക്സ്ക്ലൂസീവ് സൂപ്പർ 60 ബാച്ചാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അത് കോഴിക്കോടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ജനുവരി 2026 നമ്മൾ JEE വരാൻ പോകുന്നത്. അതാണ് നമ്മൾ ഡിസൈഡിങ് ആയിട്ടുള്ള JEE ആവാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വെൽ ഇൻ അഡ്വാൻസ് തന്നെ ഒരു മേബി 3 or 4 മാസം കൊണ്ട് തന്നെ നമ്മുടെ ഫുൾ പോർഷൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ട്, അപ്പോൾ ഇത് സാധാ ഹൈബ്രിഡ് പ്രോഗ്രാമിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത്തിരി കൂടി ഫാസ്റ്റ് പേസ്ഡ് ആയിട്ട് ഡെയിലി ക്ലാസ് ഒക്കെ വെച്ച് വേഗം പോർഷൻ തീർത്ത് പിന്നെ നിറയെ മോക്ക് എക്സാംസ് ഒക്കെ എഴുതി പോകുന്ന JEE റിപ്പീറ്റ് ഒക്കെ ചെയ്ത് റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന, ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഉള്ളൂ, അതൊക്കെ ഒന്ന് റെക്ടിഫൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള ബാച്ചാണ്. അപ്പോൾ ബാച്ചിൻ്റെ അഡ്മിഷൻ നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് അഡ്മിഷൻ ഒരു ലിമിറ്റഡ് നമ്പർ ഓഫ് ആളുകൾക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അഡ്മിഷൻ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഉടനെ തന്നെ ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം.